ത്തികളിൽപ്പെട്ട പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു നിങ്ങൾക്ക് സൗന്ദര്യം തന്നത് എന്തിനാണ് പൊന്നു പെങ്ങളെ? അന്യാണുങ്ങളെ കാണിക്കാനാണോ? അന്യാണുങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനാണോ? ഇന്ന് അതാ അങ്ങനൊരു പ്രദർശന വസ്തുവായി ശരീരം കണ്ടുപോയി. ഈ മൊബൈൽ ഫോണ് ഓരോരുത്തരുടെയും കയ്യിലുള്ളതാണ്. ആ മൊബൈൽ ഫോണിന് കവറിട്ടിരിക്കുകയാണ്. അതിൻ്റെ മേലെ ടച്ച് സ്ക്രീനിൻ്റെ മേലെ സ്ക്രീൻ പാഡ് അത് സ്റ്റിക്കറായി ഒട്ടിച്ചിരിക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ ഒറിജിനൽ സാധനം കാണാൻ കഴിയുന്നില്ല. എന്തിനാണത് ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? അതിനൊരു പോറലുമേൽക്കാതിരിക്കാനാണ്. അത് വിലയുള്ള മൊബൈൽ ഫോണാണ്. ആപ്പിളിൻ്റെ മൊബൈൽ ഫോണാണ്. ആപ്പിളിൻ്റെ മൊബൈൽ ഫോണിന് ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ഇത്രയും സേഫായിട്ട് കവറിട്ട് മൂടി സൂക്ഷിക്കുന്നത്. എന്നാൽ എൻ്റെ പൊന്നുമോളെ, നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനെക്കാളും നീ ആ മൊബൈൽ കൈവച്ചിരിക്കുന്ന നിന്റെ ശരീരത്തിന് വിലയില്ലയോ മോളെ? അത് ഭദ്രമായി സൂക്ഷിക്കണ്ടയോ പൊന്നുമോളെ? അത് കരാളഹസ്തങ്ങളിൽ ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒരു പ്രതിസന്ധി എന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ അകത്തളത്തിലിട്ട് റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞു. ആരെയാ കൊന്നത്? ഈ രാജ്യത്തിന്റെ ഒരു പുത്രിയെ. എവിടെ വെച്ചാ സംഭവിച്ചത് അറിയുമോ നിങ്ങൾക്ക്? ഇന്ത്യ രാജ്യത്തിന്റെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാര് ഇൻഡിപെൻഡൻസ് ഡേക്ക്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിവസത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ആ ഡൽഹിയിലെ ചുവന്ന കോട്ടയിലാണ് സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന, നാനാത്വത്തിൽ ഏകത്വമെന്ന സനാതന മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഇന്ത്യ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹിയിലെ ചുമന്ന കോട്ടയിലാണ് ഈ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നതെങ്കിൽ ആ ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ അകത്തളത്തിൽ ഈ രാജ്യത്തെ സഹോദര ബലാത്സംഗം ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ അകത്തളത്തിൽ കത്തുവയിൽ നിങ്ങൾ ആ പാവപ്പെട്ട കശ്മീരി പെൺകുട്ടിയുടെ മുഖം ആർക്കാണ് മറക്കാൻ സാധിക്കുക? ആർക്കും മറക്കാൻ കഴിയില്ല. ഓമനത്തൊന്തുളുമ്പുന്നൊരു പൊന്നുമോളെ, ഓമനത്തൊന്തുളുമ്പുന്നൊരു പൊന്നുമോളെ, മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ആഭാസന്മാരായ മനുഷ്യന്മാര് കാട്ടാളത്വത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ വിധ്വംസകരായ, ധ്വംസനാത്മകമായ, മനുഷ്യത്വരഹിതമായ, മ്ലേച്ഛമായ, നികൃഷ്ടമായ പ്രവർത്തനത്തിലൂടെ ഈ രാജ്യത്തിന്റെ പൊന്നുമോളെ, ഇന്ത്യ രാജ്യത്തിന്റെ പൂങ്കാവനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിന്റെ മണൽത്തരികളിലൂടെ, മനോഹരമായ കാശ്മീരിയൻ താഴ്വരകളിലൂടെ ആട്ടിൻപറ്റങ്ങളെ നയിച്ചു നടന്നിരുന്ന, തന്റെ കുതിരയ്ക്ക് പുല്ല് പറിക്കാൻ പോയ ആസിഫ എന്ന പൊന്നുമോളെ ഈ രാജ്യത്തിന്റെ ആളുകൾ, അത് ഉത്തരവാദിത്തപ്പെട്ട ചില പാർട്ടിയുടെ പ്രവർത്തകർ ക്രൂരമായി, കിരാതമായി, നിന്ദ്യമായി, നികൃഷ്ടമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞത് ഈ രാജ്യത്താണ്. ഇതേത് രാജ്യമാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സഹോദരങ്ങളെ? ഇത് വളരെ അപകടകരമായൊരു സാഹചര്യമാണ്. ഇന്ന് വാർത്തയിൽ വിവാദം നടക്കുകയാണ്. വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയിട്ടില്ല. വാളയാറിലെ പെൺകുട്ടികളെ കൊന്ന കിരാതന്മാരെന്ന മുതലാളിമാരായി, പ്രമാണിമാരായി, വലിയ ജനനായകന്മാരായി വിലസുകയാണ്. ആ പാവപ്പെട്ട പെൺകുട്ടിക്കൊന്നും നീതി കിട്ടിയിട്ടില്ല. കൊല ചെയ്യപ്പെട്ട പിഞ്ചുമക്കൾക്കൊന്നും നീതി കിട്ടിയിട്ടില്ല. ഇവിടെ പോലീസ് സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടല്ല, സർക്കാർ സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടല്ല, അവർ പാവങ്ങളായിരുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് നീതി കിട്ടാതെ പോകുന്നത്. അവർ പാവങ്ങളാണ്. ഇങ്ങനൊരു സാഹചര്യമാണ് നമ്മുടെ നാടുകളിലുള്ളത്. ആർക്കാണ് ഇതിന് പരിഹാരം പറയാൻ കഴിയുക? ഇവിടുത്തെ പട്ടാളത്തിന് പരിഹാരം കാണാൻ പറ്റുമോ? പറ്റില്ല സഹോദരാ. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പരിഹാരം കാണാൻ പറ്റുമോ? അവർക്ക് നടപടിയെടുക്കാൻ കഴിയും, അറസ്റ്റ് ചെയ്യാൻ കഴിയും, കൽത്തുറുങ്കിലടയ്ക്കാൻ കഴിയും, ശിക്ഷിക്കാൻ കഴിയും. പക്ഷേ മനുഷ്യനെ മാറ്റേണ്ടത് അവന്റെ മനസ്സിനെയാണ് മാറ്റേണ്ടത്. ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ ഇവിടുത്തെ ഏതെങ്കിലുമൊക്കെ സയന്റിസ്റ്റുകൾക്ക് സാധിക്കുമോ? തോമസ് ആൽവാ എഡിസൺ ഈ കത്തുന്ന പ്രകാശക്കത്തുന്ന ഈ ട്യൂബ് കണ്ടുപിടിച്ചത് ആരാണ്?
2000-ലേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തി ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ തോമസ് ആൽവ എഡിസൺ, ആ എഡിസന്റെ സിദ്ധാന്തങ്ങൾക്ക് കഴിയുമോ മനുഷ്യന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ, ഇരുട്ടിൽ പ്രകാശം പകർത്താൻ, ഇരുട്ടിൽ പ്രകാശം പടർത്താൻ തോമസ് ആൽവ എഡിസണിന് സാധിച്ചുവെങ്കിൽ ചോദിക്കട്ടെ മനുഷ്യരെ, മനുഷ്യരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ പ്രകാശം പരത്താൻ അത്തരത്തിലുള്ള സിദ്ധാന്തങ്ങൾക്ക് കഴിയുമോ? കഴിയുന്ന ഒരേ ഒരു സൈദ്ധാന്തികൻ ആരാണ്? അത് താജ്ദാറെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ എനിക്ക് വ്യഭിചരിക്കണം, എനിക്ക് വ്യഭിചരിക്കണം, എനിക്ക് വ്യഭിചരിക്കണമെന്ന് പറഞ്ഞ് ആ മുത്തുനബിയുടെ അടുത്തേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരാ, നിന്റെ ഭാര്യയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? അയാൾ പറഞ്ഞു, എന്റെ ഭാര്യയെ ഒരാൾ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടാൽ അവന്റെ തലയറുത്തു കളയും ഞാൻ. അന്നേരത്ത് വീണ്ടും ചോദിച്ചു മുത്തുനബി, നിന്റെ ഉമ്മയെ, നിന്റെ മാതാവിനെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് കണ്ടാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? അരയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട ആ മനുഷ്യൻ പറഞ്ഞു, ഈ വാള് കൊണ്ട് അവന്റെ തല ഞാൻ ഗളച്ഛേദം നടത്തിക്കളയുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത് ചോദിച്ചു, സഹോദരാ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? നിന്റെ പ്രിയപ്പെട്ട സഹോദരിയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? അവൻ പറഞ്ഞു, ഇല്ല. എന്നാൽ മുത്തുനബി പറയുകയാണ്, നീ വ്യഭിചരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നയാളാണ്. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ വ്യഭിചരിക്കുന്ന പെൺകുട്ടി ഏതോ ഒരു സഹോദരന്റെ മാതാവാണ്, ഏതോ ഒരു സഹോദരന്റെ സഹോദരിയാണ്, ഏതോ ഒരു സഹോദരന്റെ പ്രിയപ്പെട്ട മകളാണ്, ഏതോ ഒരു സഹോദരന്റെ പ്രിയപ്പെട്ട സഹോദരിയാണ്, മകളാണ്, ഉമ്മയാണ്. ഇനി പറയൂ സഹോദര, നിനക്ക് വ്യഭിചരിക്കണമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നു നിന്ന ആ കാട്ടാളനായ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇവിടേക്ക് കയറി വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് വ്യഭിചാരമാണ് നബിയേ. അങ്ങയുടെ കയ്യിൽ പിടിച്ചിട്ട് തിരിച്ചുവിടുന്നിറങ്ങുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് വ്യഭിചാരമാണ് നബിയേ. ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് നന്മയുടെ പച്ചപ്പിലേക്ക് മനുഷ്യരെ മുഴുവനും മാടി വിളിക്കാൻ പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ ആർക്കാണ് കഴിയുക? സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് പഠിക്കേണ്ടത് ആ പ്രവാചകനെയാണ്. ഈ ഉമ്മത്ത് പഠിപ്പിക്കേണ്ടത് ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെയാണ്. ആ പ്രവാചകനോട് ഖൽബിന്റെ അകത്തളത്തിൽ അങ്ങേയറ്റത്തെ മഹബ്ബത്തില്ലാതെ എന്റെ ഈമാൻ ഈമാനല്ല, എന്റെ ഇസ്ലാം ഇസ്ലാമല്ല. ഉമ്മമാരെ, എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അവിടുത്തെയോട് അങ്ങേയറ്റത്തെ മഹബ്ബത്തുണ്ടാകണം, ഇഷ്കുണ്ടാകണം. വഇഷ്കു കുസ്കവാർ ഹേ ചമൻ ചമൻ കരോശിനി വലോംഗ ലോംഗ ശബനമി വൈതന പ്യാരെ നാം ഹേ. മദീന എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് കുളിർമയുണ്ടാകണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അബൂ ഹനീഫ ഇമാം മദീനയിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല. അതുപോലെ മറ്റൊരു മഹാനാണ് ഇമാമുനാ ശാഫിഈ. 7ാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ച മഹാനാണ് ഇമാമുനാ ശാഫിഈ. ഈ ഉമ്മത്തികളിൽപ്പെട്ടയാളാണ്. സഹോദരാ, ഖുർആൻ പുസ്തക രൂപത്തിലുണ്ടായതെന്നാണ്, ബുഖാരി പുസ്തക രൂപത്തിലുണ്ടായതെന്നാണ്, സ്വഹീഹ് മുസ്ലിം പുസ്തക രൂപത്തിലുണ്ടായതെന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഈ ഉമ്മത്തിൽ ദീൻ എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഉയർത്തി കാണിക്കാൻ ഖുർആനില്ല, സ്വഹീഹുൽ ബുഖാരി ഇല്ല, ഫത്ഹുൽ മുഈൻ ഇല്ല, തുഹ്ഫത്തുൽ മിൻഹാജ് ഇല്ല, ഒരു കിതാബുമില്ല.
സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഇസ്ലാം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ നേതാവ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹിഷ്ടോദയം എന്നൊരു പുസ്തകം നിങ്ങൾക്കൂടെ ലഭിക്കും. എൻ്റെ പ്രിയങ്കരനായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി അവർ രചിച്ചതാണ് ഈ പുസ്തകം. കഴിയുന്ന ആളുകളൊക്കെ മേടിക്കുക. 35 രൂപയാണ് ഇതിനകത്ത് വില കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കൊല്ലത്ത് പള്ളിമുക്കിൽ ത്വയ്ബ സെന്റർ എന്ന് പറയുന്നൊരു കേന്ദ്രമുണ്ട്. ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും മലയാളത്തിലും 4 ഭാഷകളിലായിട്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി മുത്തുനബിയെ പറ്റി പഠിക്കാൻ വേണ്ടിയുള്ളൊരു പഠന കേന്ദ്രമാണ് കൊല്ലം പള്ളിമുക്കിലുള്ള ത്വയ്ബ സെന്റർ. നിങ്ങളെല്ലാവരെയും ഞാൻ അവിടേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് വരാം, മുത്തുനബിയെ പറ്റി പഠിക്കാം. ഞാനിത് മുത്തുനബിയെ നിങ്ങൾ പഠിക്കുന്നില്ല നിങ്ങളോട് പരിഭവം പറഞ്ഞിട്ട് മാത്രം പോയത് കൊണ്ടായില്ലല്ലോ. അതിനൊരു പരിഹാരം കൂടി ഞാൻ പറഞ്ഞു തന്നിട്ട് പോണ്ടേ? അപ്പോഴല്ലേ നിങ്ങൾക്ക് അതിന് അവസരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കൊരു സുവർണാവസരമാണ്. പള്ളിമുക്കിൽ കൊല്ലത്ത് ത്വയ്ബ സെന്റർ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി 4 ഭാഷകളിൽ മലയാളം, അറബി, ഉറുദു, ഇംഗ്ലീഷ് ഈ 4 ഭാഷകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പഠിക്കാൻ ഉതകുന്ന ഒരു ബൃഹത്തായ സംവിധാനമുണ്ട്. ആ ത്വയ്ബ സെന്ററിന്റെ പ്രവർത്തനത്തിലേക്കാണ് ഈ പുസ്തകത്തിന്റെ അതിൻ്റെ വിറ്റ് കിട്ടുന്ന പൈസ പോകുന്നത്. എൻ്റെ ഉസ്താദ് ആഷിഖുർ റസൂൽ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി അവർ എഴുതിയതാണ് മഹിഷ്ടോദയം എന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഇത് നിങ്ങൾ ഓരോരുത്തരും മേടിക്കണം, നിങ്ങളുടെ മക്കൾക്ക് സമ്മാനമായി കൊടുക്കണം. അവരത് വായിച്ചു പഠിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി നിങ്ങൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ് സഹോദരങ്ങളെ? അതിനും വളരെ കുറഞ്ഞ പൈസ ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു സംഭാവന കൊടുക്കുക. ഇന്നത് കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. 35 രൂപ വിലയുണ്ട്. ഒരു 50 രൂപ ഏറ്റവും കുറഞ്ഞത് കൊടുത്താലും ഇത് പോകുന്നത് ഹാമിദ് യാസീൻ്റെ പോക്കറ്റിലേക്കല്ല, പിന്നെയോ ത്വയ്ബ സെന്ററിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ ചെലവിലേക്ക് വേണ്ടിയാണ്. നിങ്ങളും അവിടെ വന്നു എന്നാൽ നിങ്ങൾക്കും സൗജന്യമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിക്കാൻ അവിടെ സംവിധാനം ഉണ്ടാകും. അപ്പോൾ ഈ ചെലവ് അതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കുറഞ്ഞ കോപ്പികളേ ഉള്ളൂ, നിങ്ങൾ കരഗതമാക്കണമെന്നും നിങ്ങളുടെ മക്കൾക്ക് ഇത് വായിക്കാനും പഠിക്കാനും കൊടുക്കണമെന്നും ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ അടുത്തേക്കും കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ള ആളുകളൊക്കെ മേടിക്കുക. അപ്പോൾ ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണേ സഹോദരങ്ങളെ. അത് മനസ്സിലാക്കാതെ പോയാൽ അവിടുന്ന് വഫാത്തായി കഴിഞ്ഞപ്പോൾ ഇസ്ലാമേ അവിടെ ഇന്നല്ലേ നമ്മുടെ കയ്യിൽ പുസ്തക രൂപത്തിൽ ഇസ്ലാം ഉള്ളത്. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരുപാട് കമ്പ്യൂട്ടർ രൂപത്തിൽ ഇസ്ലാമുണ്ട് അല്ലേ? ഇന്ന് നമുക്ക് ഒരുപാട് ഖുർആനുണ്ട്. അന്ന് ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കുന്ന ഒരാളുണ്ട്, സയ്യിദുനാ സിദ്ദീഖ്. സിദ്ദീഖ് സാദിഖ് കാ തസദ്ദുഖ് സാദിഖുൽ ഇസ്ലാം ഖർ ബന്ദയെ റസാഖ് താജുൽ അസ്ഫിയാ കെ വാസിത്തെ. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം, അതാ നിൽക്കുന്നു ഇസ്ലാം, അതാ നിൽക്കുന്നു ഇസ്ലാം. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാം. ഖുർആൻ ഇന്ന് പുസ്തക രൂപത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. പരിഷ്കരണവാദികളായ ആളുകൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ബുഖാരിയിലുണ്ടോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബുഖാരി കണ്ടിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ബുഖാരി കണ്ടിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ബുഖാരി കണ്ടിട്ടുണ്ടോ? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ബുഖാരി കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നബിദിന ആഘോഷമില്ലെന്ന് പറയുന്ന ആളുകളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സ്വഹീഹുൽ ബുഖാരി ഇല്ലടോ, ഇമാം ബുഖാരി അന്ന് ജനിച്ചിട്ടില്ലടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇല്ല എന്നതുകൊണ്ട് ഇന്ന് പറ്റില്ല എന്ന് പറയാൻ പറ്റൂല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ ഉമ്മത്തിനെ പാരായണം ചെയ്യാനും പഠിക്കാനും വിധത്തിൽ ഖുർആൻ പുസ്തക രൂപത്തിൽ നമ്മുടെ കയ്യിലേക്ക് വന്നത്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ദീന് കൊണ്ട് തന്നതാരാണ്? ഈ ഉമ്മത്തിന് ദിശാബോധം തന്നതാരാണ്?
ഏതെങ്കിലും ആളുകളല്ല. ഹബീബായ തങ്ങൾ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുമുന്നിൽ നിന്ന് ദീന് പഠിച്ച് അത് കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രസരണം നടത്താൻ വേണ്ടി അകലെ അകലെ മദീനയിൽ നിന്ന് പായ് കപ്പലുകളിൽ കയറി കേരളത്തിന്റെ തീരത്തേക്ക് കടന്നു വന്ന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും സംഘമടക്കമുള്ള സഹാബത്താണ് നമ്മുടെ ദീൻ ഇവിടെ കൊണ്ടു തന്നത്. ഈ ഉമ്മത്തിന് പ്രകാശം തന്നത് അവരാണ്. അവര് വന്ന സമയത്ത് ഒരു ലോഡ് കിതാബുമായിട്ട് വന്നതല്ല. അവരുടെ കയ്യിൽ എന്ന് നമ്മുടെ വീടുകളിൽ കാണുന്നത് പോലെ പുസ്തക രൂപത്തിലെന്ന് ഖുർആനില്ല. അവരുടെ ഹൃദയങ്ങളിലായിരുന്നു ദീൻ. ആ കാലഘട്ടത്തിൽ ദീൻ ഏതാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ലൈബ്രറികളില്ലായിരുന്നു. ആ കാലത്ത് ദീൻ ഏതാണ്? സിദ്ദീഖുൽ അക്ബർ ഞാൻ പറഞ്ഞില്ലേ സഹോദരങ്ങളെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം ദീൻ ഏതാണെന്ന് ചോദിച്ചാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം അതാ നിൽക്കുന്നു ദീൻ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം അതാ നിൽക്കുന്നു ദീൻ. ഈ ഉമ്മത്തിന് ദീനീ പ്രകാശം പകർന്നത് അവരാണ്. നിങ്ങൾക്കറിയുമോ മഹാനായ ഇമാമുന ശാഫിഈ? ആരാണ് സഹോദരങ്ങളെ ശാഫിഈ ഇമാമ്? പാനൂരിലെ പള്ളിയിൽ നിങ്ങൾ ഓതുവെടുത്തില്ലേ? ആര് പഠിപ്പിച്ച വദു ആണ്? ഈ ഉമ്മത്തിന് പ്രകാശം പകർന്നത് ശാഫിഈ ഇമാമാണ്. നിങ്ങൾ നിസ്കരിച്ചില്ലേ? നിങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ട് നിസ്കരിക്കുന്ന ആളുകളാണോ? നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചത് ശാഫിഈ ഇമാമിന്റെ നിസ്കാരമാണ്. നിങ്ങൾ ഉദുവെടുത്തത് ശാഫിഈ ഇമാമിന്റെ ഉദുവാണ്. പാനൂര് പള്ളി എന്നല്ല, ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള പള്ളികളായ പള്ളികളിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ ഇപ്പോഴും അതാ ശാഫിഈ ഇമാമിന്റെ ദർബാറിലേക്ക് പ്രതിഫലമൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൂര്യോദയമുണ്ടായപ്പോൾ, ഇന്ന് സൂര്യാസ്തമയമുണ്ടായപ്പോൾ ശാഫിഈ ഇമാമിന്റെ വിഷയം പറയാത്തൊരു പള്ളി ദർസുകളും കടന്നു പോയിട്ടില്ല. ശാഫിഈ ഇമാമിന്റെ ഖബറിലേക്ക് പ്രതിഫലം ഒഴുകാത്ത ഒരു നാടും കടന്നു പോയിട്ടില്ല. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ മഹാന്മാരായ ആളുകൾ അവരാണ്. അവര് പഠിപ്പിച്ച യഥാർത്ഥ ദീനിലാണ് ഞാനും നിങ്ങളും അടിയുറച്ചു നിൽക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ കടന്നു വരും, ഈ ഉമ്മത്തിന്റെ ശാപമായിട്ട് ചില ആളുകൾ കടന്നു വരും. 7ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച, തഫ്സീർ ഉൾപ്പെടെ കാണാതെ പഠിച്ച മഹാനാണ് ഇമാമുന ശാഫിഈ. 12ാമത്തെ വയസ്സിൽ നാട്ടിൽ ഫത്വ കൊടുക്കാൻ മാത്രം യോഗ്യനായി വളർന്നു വന്ന മഹാനാണ് ഇമാമുന ശാഫിഈ. നമ്മൾ പഠിക്കണം. 12 വയസ്സായ നിങ്ങളെ മോൻ പാടുന്ന പാട്ട് ഏതാണ് വാപ്പാ? 7 വയസ്സായ നിങ്ങളുടെ മകന് ഖുർആൻ ഫാത്തിഹ ഓതാൻ അറിയുമോ വാപ്പാ? ഉമ്മമാരെ, ഈ ഉമ്മത്തിന് എവിടെയാണ് പിഴവ് സംഭവിച്ചത്? അവിടെയാണ് പിഴവ് സംഭവിച്ചത്. ഈ ഉമ്മത്തിന്റെ ചെറിയ മക്കൾ ദീനിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. ചെറിയ പ്രായത്തിലെ അവന്റെ കയ്യിൽ വാപ്പ മൊബൈൽ ഫോണും ടാബും കമ്പ്യൂട്ടറും എടുത്തു കൊടുത്തിരിക്കുകയാണ്. പിന്നീട് ആ കമ്പ്യൂട്ടറിൽ കാണുന്നത് എന്താണ്? വെള്ളമടിയാണ്, കഞ്ചാവിനഡിക്റ്റാണ്. അത് കണ്ടവൻ അതിന്റെ പിറകെ പോകുമ്പോ വാപ്പയും ഉമ്മയും നിലവിളിക്കുകയാണ്, എന്റെ മോൻ കഞ്ചാവാണേ, എന്റെ മേൻ കള്ളു കുടിച്ചേന്ന്. നിലവിളിച്ചിട്ട് കാര്യമില്ല വാപ്പാ. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ തഫ്സീർ ഉൾപ്പെടെ കാണാതെ പഠിച്ച മഹാനാണ്. 12ാമത്തെ വയസ്സിൽ ആ നാട്ടിലെ ഖാദിയായി ഫത്വ കൊടുക്കാൻ പറ്റുന്ന മുഫ്തിയായി. ആര്? ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇന്ന് ചില ആളുകൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ശാഫിഈ ഇമാമിനത് മനസ്സിലായിട്ടില്ല, ശാഫിഈ ഇമാമിന ഖുർആൻ തിരിഞ്ഞിട്ടില്ല, ശാഫിഈ ഇമാമിന ഹദീസ് കിട്ടിയിട്ടില്ല. ശാഫിഈ ഇമാമിന് മനസ്സിലായില്ലെന്നും ഞങ്ങൾക്കാണ് മനസ്സിലായതെന്നും പറഞ്ഞ് പുത്തൻവാദികൾ കടന്നു വരുമ്പോൾ, ഉമ്മമാരെ, ബാപ്പമാരെ, നിങ്ങൾ ശാഫിഈ ഇമാമിന്റെ പക്ഷത്ത് നിൽക്കുന്നോ? അതല്ല അവിടുത്തേക്കത് മനസ്സിലായില്ലെന്ന് പറഞ്ഞു വരുന്ന ഉൽപ്പതിഷ്ണുക്കളുടെ ഭാഗത്ത് നിൽക്കുന്നോ?
ഈ ഉമ്മത്തിനെ അഇമ്മത്ത് മുജ്തഹിദീങ്ങളെ മുറുകെ പിടിക്കുമ്പോഴാണ് ഈ ഉമ്മത്ത് ജയിക്കുന്നത്. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്ത്, അവരിൽ നിന്ന് ദീൻ പഠിച്ച ഇമ്മത്തുകൾ, താബിഈങ്ങള്, അവര് പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഇസ്ലാം അനുസരിച്ചാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ ഇസ്ലാമിൽ നിന്ന് വേർതിരിഞ്ഞു പോയത് കൊണ്ടാണ് അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിരപരാധികളെ വെടിവെച്ചു കൊല്ലുന്നത്. ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഏതോ മലയിൽ കിടന്നൊരു കാട്ടു മനുഷ്യൻ, അയാള് ദാടി വളർത്തി ഖുർആൻ പറഞ്ഞ് അല്ലാഹു അക്ബർ പറഞ്ഞ് നിരപരാധികളായ മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ആ ശരിയായ ഇസ്ലാം പഠിക്കാത്തത് കൊണ്ടാണ്. ശരിയായ ഇസ്ലാം നമ്മൾ പഠിക്കണം, ഈ ഉമ്മത്ത് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ ഇസ്ലാം മനസ്സിലാകുക. നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ഏതാണ്? എല്ലാ ജനങ്ങൾക്കും കാരുണ്യം ചെയ്യുന്ന ഇസ്ലാം. ഒരു മരം നട്ടുപിടിപ്പിച്ചിട്ടെങ്കിലും, നിങ്ങളൊരു മരം നട്ടുപിടിപ്പിച്ചിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? ആരുമില്ല. എന്നാൽ നാളെ മുതൽ ഈ വാഴ കേൾക്കുന്ന ഉപ്പമാരെ, നിങ്ങളൊരു മരം നട്ടുപിടിപ്പിക്കാൻ പരിശ്രമിക്കണേ. കാരണം എന്താണ്? നമ്മൾ മരിച്ചുപോയാലും മരം അവിടെ ഉണ്ടാകും. ആ മരത്തിൽ ഒരു കിളി വന്നിരുന്ന് അല്പം തണലുകൊണ്ടാൽ നമ്മൾ പാനൂരിലെ പള്ളി ഖബർസ്ഥാനിൽ കിടക്കുമ്പോഴും നമ്മുടെ ഖബറിലേക്ക് ആ ചെറിയ കുരുവി കൊണ്ട തണലിന്റെ പ്രതിഫലം അല്ലാഹു എത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിസാരമായ കാര്യമാണോ? നിസാരമായ കാര്യമാണോ? അല്ല, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരാളെയും ഉപദ്രവിക്കാതെ എല്ലാവർക്കും ഉപകാരം ചെയ്തു മാത്രം നമ്മൾ ജീവിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ കാരുണ്യം ചെയ്യണം. അങ്ങനെ കാരുണ്യം ചെയ്ത് സദ്വൃത്തരായ ഉമ്മത്തികളിൽപ്പെട്ട ആളുകളായാൽ മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമാ. നിങ്ങളൊരു സഹോദരന്റെ പ്രയാസം മാറ്റിക്കൊടുത്താൽ അല്ലാഹു നിങ്ങളുടെ പ്രയാസം മാറ്റിത്തരുന്നതാണ്. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയാ വൽ ആഖിറ. നിങ്ങൾ ഒരു വിഷമിക്കുന്നയാളിനെ, ഒരു പ്രയാസമുള്ളയാളിനെ പ്രയാസം മാറ്റിക്കൊടുത്താൽ അല്ലാഹു നിങ്ങളുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും പ്രയാസങ്ങളെ മാറ്റിത്തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കുന്നിടത്തോളം അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇതാണ് ഇസ്ലാം. ഇസ്ലാം ഏതാണ്? ആളുകളെ വെറുതെ തല്ലിക്കൊല്ലുന്നത് ഇസ്ലാമല്ല. നിരപരാധികളായ ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ട് അവരുടെ കഴുത്തറുക്കുന്ന വീഡിയോ എടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിങ്ങനെ വിളിച്ച് വീഡിയോ എടുത്തിട്ട് ലോകത്ത് പ്രചരിപ്പിച്ച് വിശുദ്ധ ഇസ്ലാമിനെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആ ധാടി വെച്ച ഭീകര രൂപങ്ങളുണ്ടല്ലോ, അവർക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ പടച്ചട്ട അയൽക്കാരനായ ജൂതനായ സഹോദരന്റെ കയ്യിൽ പണയം വെച്ചിരിക്കുകയായിരുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു കാര്യസ്ഥനുണ്ടായിരുന്നു. ആ കാര്യസ്ഥൻ ജൂതനായിരുന്നു. നിങ്ങളിത് പഠിക്കണേ. നിങ്ങൾക്കറിയുമോ മമ്പുറം സയ്യിദ് അലവി തങ്ങളെ? മമ്പൂറപ്പൂ മഖാമിലെ മൗലദ്ദവീലെ വാസിലെ ഇമ്പപ്പൂവായ ഖുത്ബോലെ മമ്പൂറം തങ്ങൾ വലിയുള്ളാഹ്. മമ്പുറം തങ്ങളെന്ന് പറയുന്ന ശ്രേഷ്ഠനായ മലബാറിന്റെ രാജകുമാരനില്ലയോ?
ബ്രിട്ടീഷുകാരൻ ഇന്നും അവന്റെ ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. മമ്പുറം തങ്ങളെന്ന് പറയുന്നൊരു മഹാമനുഷ്യന്റെ ഖബറിന്റെ ചാര് ആളുകൾ, അതാ മുഅ്മിനീങ്ങളായ ആളുകൾ സിയാറത്ത് ചെയ്തിട്ട് അവിടെ സ്വതന്ത്ര സമര സേനാനികളായി ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടയോട്ടം നടത്തിയ മുൻഗാമികളായ ആളുകൾ പോരാട്ടം നടത്തുന്നതിന് മുമ്പ് മമ്പുറത്തെ മഖാം സിയാറത്ത് ചെയ്തിട്ട് ബ്രിട്ടീഷുകാരന്റെ വെള്ളപ്പട്ടാളക്കാരന്റെ നിറതോക്കുകൾക്ക് മുന്നിലേക്ക് പോരാട്ടം നടത്തിയ ഈ ഉമ്മത്തുണ്ടല്ലോ സഹോദരങ്ങളെ, അവർക്ക് ആർജവം കിട്ടിയത് മമ്പുറം തങ്ങളിൽ നിന്നാണ്. അവർക്ക് ആത്മീയമായ ഉയർച്ച കിട്ടിയത് മമ്പുറം തങ്ങളിൽ നിന്നാണ്. ഇന്ന് പരിഷ്കരണവാദികൾ കടന്നു വന്നിട്ട് നമ്മളെ ആത്മീയതയിൽ നിന്ന് അകറ്റാൻ വേണ്ടി, മഹാന്മാരിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഖബർ സിയാറത്ത് പോലും പാടില്ലെന്ന് പറയുകയാണ്. എത്രയോ ആളുകളുണ്ട് മദീനയിൽ പോയാലും റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിന്റെ ചാരത്തേക്ക് പോകാത്ത ആളുകൾ. അതേ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ മദീനയിൽ വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്തില്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങിയവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അങ്ങനെ ആത്മീയതയുടെ നിറകുടങ്ങളായ മഹാന്മാരോട് ബന്ധപ്പെട്ട് മഹാനായ മമ്പുറം തങ്ങൾ എന്ന മലബാറിന്റെ ആ ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ മായ്ക്കാൻ കഴിയാത്തൊരധ്യായമായി പ്രോജ്വലിച്ചു നിൽക്കുന്ന മഹാനായ മമ്പുറം തങ്ങളുടെ കാര്യസ്ഥനാരായിരുന്നു? കോന്തുണ്ണി നായർ എന്ന് പറയുന്ന ഹൈന്ദവനായ സഹോദരനായിരുന്നു. മലബാറിന്റെ സുൽത്താനായി ആത്മീയ രാജാവായ മമ്പുറം തങ്ങൾക്ക് അവിടുത്തെ കാര്യസ്ഥനായ ഒരു മുസൽമാനെ കിട്ടിയില്ലയോ? കോന്തുണ്ണി നായർ എന്ന് പറയുന്ന നായർ സമുദായത്തിലെ ഹൈന്ദവനായ സഹോദരനാണ്. മമ്പുറം തങ്ങൾ എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ കാര്യസ്ഥനായി നിലകൊണ്ടതെന്നാണ് ഇസ്ലാമിന്റെ ചരിത്രമുള്ളത്. ഇത് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? മതേതരത്വത്തിന്റെ ചരിത്രമാണ്, ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ചരിത്രമാണ്. രക്തമൊഴുക്കാനുള്ള ചരിത്രമല്ല, തമ്മിലടിക്കാനുള്ള ചരിത്രമല്ല, വർഗീയതയുണ്ടാക്കാനുള്ള ചരിത്രമല്ല, വിദ്വേഷമുണ്ടാക്കാനുള്ള ചരിത്രമല്ല എന്ന പല പുതിയ ആളുകളും പുതിയ ചരിത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. മഹാനായ ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ ഇന്ത്യ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ശത്രുക്കൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ ഒരു കൊടുങ്കാറ്റ് പോലെ ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ ആ സൈന്യത്തിന് നേരെ പുലിക്കുട്ടിയെ പോലെ ധീരമായി, ധീരദേശാഭിമാനിയായി ചീറിയെടുത്ത് പടയോട്ടം നടത്തി ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഈ രാജ്യത്തൊരു ഭരണാധികാരി ബ്രിട്ടീഷുകാരോട് നേരിട്ട് പടയോട്ടം നടത്തി കൊല്ലപ്പെട്ടുവെങ്കിൽ അത് ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ അല്ലാതെ മറ്റൊരു ഇന്ത്യയിലെ ഭരണാധികാരിയുമില്ലെന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ ചരിത്രം സൂര്യപ്രകാശം പോലെ വെളിച്ചം വിതറി നിൽക്കുമ്പോൾ ആ ടിപ്പു സുൽത്താൻ രാജ്യദ്രോഹിയാണെന്നും പ്രചരിപ്പിച്ച് പുതിയ ചരിത്രം ഉണ്ടാക്കാൻ മെനക്കെടുന്ന ആളുകൾ. നമ്മളപ്പ ചരിത്രം പഠിക്കണം, ഈ ഉമ്മത്തെ ചരിത്രം പഠിക്കണം. ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. പാഠം ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, ആ ചരിത്രങ്ങളൊന്നും ആവർത്തിക്കപ്പെടണം. അപ്പോഴാണ് നമ്മളിവിടെ യഥാർത്ഥ മുഅ്മിനീങ്ങളാകുന്നത്. നമ്മുടെ മുൻഗാമികൾ സൃഷ്ടിച്ച ചരിത്രം നമുക്ക് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, അത് വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. സഹോദരങ്ങളെ, മഹാനായ ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ, നിങ്ങൾക്കറിയുമോ APJ അബ്ദുൽ കലാമിനെ? അബ്ദുൽ ഫക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന അബ്ദുൽ കലാം അമേരിക്കക്കാരന്റെ നാസായുടെ ആസ്ഥാനത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ രാജാവിന്റെ ചിത്രം കൊത്തിവച്ചിരിക്കുകയാണ്. എവിടെ? അമേരിക്കക്കാരന്റെ നാസയുടെ ആസ്ഥാനത്തിൽ നമ്മുടെ ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വാഴ്ത്തപ്പെട്ട APJ അബ്ദുൽ കലാം എന്ന വലിയ മനുഷ്യൻ അമേരിക്കയുടെ ആസ്ഥാന ബഹിരാകാശ ആസ്ഥാന കേന്ദ്രമായ നാസയിൽ ചെന്നപ്പോൾ ഇന്നും അവിടെ ഒരു ഇന്ത്യൻ രാജാവിന്റെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. അബ്ദുൽ കലാം നോക്കിയപ്പോൾ അത് ആരുടെ ചിത്രമാണ്? ടിപ്പു സുൽത്താന്റെ ചിത്രമാണ്. അമേരിക്കക്കാരൻ അറിയാം ടിപ്പു സുൽത്താന്റെ മഹത്വം എന്താണെന്ന്. ആദ്യമായി യുദ്ധത്തിൽ പീരങ്കി ഉപയോഗിച്ച് പടയോട്ടം നടത്തിയ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനം കാക്കാൻ, പിടിച്ചടക്കാനല്ല,
ആരെയും പിടിച്ചടക്കാനല്ല, അലക്സാണ്ടർ ആകാൻ ശ്രമിച്ചതല്ല. സഹോദരങ്ങളെ, ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ബ്രിട്ടീഷ് പട്ടാളത്തോട് ഈ ഉമ്മത്തിന്റെ നേതൃത്വമായിരുന്ന ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ തീതുപ്പുന്ന വെടിയുണ്ടകൾക്കെതിരെ, പീരങ്കികൾക്കെതിരെ ആദ്യമായി പീരങ്കി യുദ്ധം നടത്തിയത് ധീരദേശാഭിമാനിയായ ടിപ്പു സുൽത്താൻ എന്ന ഇന്ത്യൻ രാജാവാണെന്ന് ഇന്നും അമേരിക്കയുടെ ബഹിരാകാശ കേന്ദ്രമായ നാസയുടെ ചുമർ ചിത്രങ്ങളിലൊന്ന് ഈ ടിപ്പുവിന്റെ ചിത്രമാണെന്ന് അബുൽ ഫക്കീർ ജൈനുൽ ആബ്ദീൻ അബ്ദുൽ കലാം എന്ന മരണപ്പെട്ടുപോയ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രഥമ മനുഷ്യനായിരുന്ന APJ അബ്ദുൽ കലാം പറയുകയുണ്ടായി. അത്രമേൽ സുവ്യക്തമാണ് ഈ ഉമ്മത്തിന്റെ ഇന്ത്യ രാജ്യത്തെ ചരിത്രം. നമ്മൾ അതും പഠിക്കണില്ല. നമ്മുടെ ഏറ്റവും വലിയ ഫോൾട്ട് എന്താണ്? നമ്മൾ മുത്തുനബിയെ വേണ്ട വിധത്തിൽ പഠിക്കുന്നില്ല. നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കണില്ല. താബിഈങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കണില്ല. ഇമാമിങ്ങളെ പറ്റി ഷാഫി അങ്ങനെ പറഞ്ഞോ, ഇമാം അബൂ ഹനീഫ അങ്ങനെ പറഞ്ഞോ, ആ പേര് പറയാൻ ഇവനെന്ത് യോഗ്യത? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേര് രോമത്തിന്റെ പോലും വിലയില്ലാത്ത ധിക്കാരികൾ കടന്നു വന്നിട്ട് ഈ ഉമ്മത്തിന് ശാപമായി ശാഫിഈ ഇമാമിനെ ചോദ്യം ചെയ്യുകയാണ്. ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ മുൻഗാമികളായ 40 ലക്ഷം മനപ്പാടമുള്ള പണ്ഡിതനാണ്, 40 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനാണ് ഇമാമുനാ ശാഫിഈ. ആ മഹാന്മാര് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളണോ, അതല്ല പുതിയൊരുത്തൻ വന്നിട്ട് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളണോ? നിങ്ങൾ ആലോചിക്കുക സഹോദരങ്ങളെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്നെഴുന്നേറ്റെന്റെ അടുത്തേക്ക് വരുമോ? അളീമായ പടച്ചവൻ നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ അടുക്കൽ മഖബൂലിയത്തുള്ള നല്ല സുഹൃതമായി സാധുക്കളായ പാപികളായ മോശക്കാരായ തെറ്റുകാരായ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഒന്നെഴുന്നേറ്റെൻ്റെ അടുത്തേക്ക് വാ. അളീമായ പടച്ചവൻ നമ്മുടെ മജ്‌ലിസ് അവന്റെ അടുക്കൽ പൊരുത്തമുള്ള മഖബൂലിയത്തുള്ള നല്ല മജ്‌ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.